ക്രിമിനൽ കേസ് പ്രതികൾക്ക് അനധികൃത പരോൾ അനുവദിച്ചത് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സർക്കാരിന് സൌകര്യമുള്ള വിഷയങ്ങൾ മാത്രമേ ചർച്ചയ്ക്കെടുക്കുകയുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയം ആയതുകൊണ്ടാണ് ചർച്ചയ്ക്കെടുക്കാത്തത് എന്ന് സ്പീക്കർ വിമർശിച്ചു. വിഷയദാരിദ്ര്യമാണ് പ്രതിപക്ഷത്തെ ഇത്തരം നോട്ടീസുകൾ നൽകാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് മന്ത്രി എം ബി രാജേഷും പ്രതികരിച്ചു. പയ്യന്നൂരിൽ പോലീസിനു നേരെ സ്റ്റീൽ ബോംബെറിഞ്ഞ കേസിലെ പ്രതിക്ക് ഒരു മാസത്തിൽ പലതവണ പരോൾ അനുവദിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സ്പീക്കർ നോട്ടീസ് തള്ളി. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകിയതായും പരോൾ അനുവദിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായും പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകിയ അംഗത്തിന് സബ്മിഷനായി വിഷയം ഉന്നയിക്കാം. സ്പീക്കറുടെ നിലപാടിനെ എതിർത്ത് പ്രതിപക്ഷം മുന്നോട്ട് വന്നു. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ? നോട്ടീസ് പരിഗണിക്കില്ലെന്ന സ്പീക്കറുടെ നിലപാടിനോട് ഭരണപക്ഷം യോജിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങിയതോടെ സ്പീക്കർ നിലപാട് കടുപ്പിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. ഇന്നെന്താ ചർച്ചയില്ല എന്ന തലക്കെട്ടായിരുന്നു പ്രതിപക്ഷ ബാനറിൽ ഉണ്ടായിരുന്നത്. 50 മിനിറ്റോളം നടുത്തളത്തിൽ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയി. റൂൾസ് ഓഫ് പ്രൊസീജിയറിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി സർക്കാരിന് താല്പര്യമില്ലാത്ത CPM-ന് താല്പര്യമില്ലാത്ത CPM പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടിനോട് സ്പീക്കർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.